നേരത്തെ രചന പറഞ്ഞ പോലെ അവിടെയാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത്. പ്രസ് മീറ്റ് ആണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ പോലും. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിന്റെ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിന് കാരണക്കാരായിരുന്നതിന് ആ ചോദ്യത്തിന് ഉത്തരമൊക്കെ ദൈവമാണ്. സോ കുറെ അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വേഷത്തേക്ക് ബാലുശ്രീധരൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്നിലേക്കുള്ള ഏൽപ്പിക്കാനുള്ള ഒരു വിശ്വാസം അവരുണ്ടായിരുന്നു. ആ വിശ്വാസം എത്രത്തോളം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു എന്നുള്ളത് പറയേണ്ടതും അവരാണ്. 11-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ പ്രേക്ഷകർ കൂടിയാണ്. അപ്പോൾ ഇപ്പൊ ഈ ഒരു സമയം മൊബൈലിൽ പറയാനുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതിന് ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. ടീം തെരഞ്ഞെടുപ്പോട് എല്ലാവരോടും റൈറ്ററോട് എഡിറ്ററോടും മെൽബനോടൊക്കെ ഈ ഒരു സമയം തന്നെ പറയുന്നു. ആൻഡ് സിനിമയുടെ പ്രമേയം നമ്മൾ ട്രെയിലറൊക്കെ കണ്ടതുപോലെ ഒരു ക്യാമ്പ് പശ്ചാത്തലം വരുന്നൊരു സിനിമ കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു സിനിമയാണ്. ഏതെങ്കിലും തലത്തിൽ നമ്മളും അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതിൽ വ്യത്യസ്തമായിട്ടൊരു വേഷം. തീർച്ചയായിട്ടും ഒരു അനുമതി ചിത്രം വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ടോ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും 11-ാം തീയതി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ശേഷം കാഴ്ച സ്ക്രീനിൽ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് കണ്ണൻ. സിനിമയിൽ എൻ്റെ പേര് എഴുതി കാണിക്കുന്നത് അംബിക കണ്ണൻ ഭായി. അംബിക കണ്ണൻ ഭായി പേരിട്ടത് തന്നെ എൻ്റെ അമ്മയുടെ പേരിനോട് ചേർത്ത് എൻ്റെ പേര് വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് അനുപേട്ടനോടൊപ്പം പിന്നെ രതീഷ് ചേട്ടനോടൊപ്പം അങ്ങനെ ഒരു നോക്കിച്ചേട്ടൻ എല്ലാവരും കൂടെ ചേർന്നൊരു ഒരു ടീമിൻ്റെ ഭാഗമാകാൻ എനിക്കതിന് സാധിച്ചു എന്നുള്ളതിനൊരു ഗ്രേറ്റ്ഫുൾനെസ് ആണ്. ഈ സിനിമ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം, ഒരു ബെസ്റ്റ് ഈ ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളൊരു സംഭവം, അതിനെ ആസ്പദമാക്കിയുള്ള ഒരു പ്രമേയമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവമാണ്. അപ്പോൾ ഫെബ്രുവരി 13-ന് അത് എത്തും. നിങ്ങളത് കാണുക, കണ്ട് വിലയിരുത്തി അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇതിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പറയുന്നു. എൻ്റെ പേര് രതീഷ്. ഞാൻ കേമർ സാറിൻ്റെ അസോസിയേറ്റ് ആണ്. അതിലുപരി ഞാനും അനുപേട്ടനും സാറിൻ്റെ കൂടെ തന്നെ 2 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ വേറൊരു സബ്ജക്റ്റാണ് അനുപേട്ടനായിട്ട് സംസാരിച്ചത്. വേറൊരു കഥ സംസാരിച്ചു. അത് സിനിമയേക്കാൾ എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നപ്പോൾ ഈ കഥ പെട്ടെന്ന് നമ്മുടെ കണ്ണനും ഞാൻ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. രാജ്യം കൂടെ പലക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രിവാൻഡ്രത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം പെട്ടെന്നാണ് ഈ സിനിമ നമുക്ക് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായത്. അതുമാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ഷാരിക ആയിരുന്നാലും അനുപേട്ടനായിരുന്നാലും നോബി ആയിരുന്നാലും തങ്കച്ചനായിരുന്നാലും എല്ലാവരും നല്ലോണം സഹകരിച്ചു. അതിലുപരി ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇത് പടം ചെയ്യാനായിട്ട് വന്ന പ്രൊഡ്യൂസറെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. ഇതൊരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ചെറുതായിട്ടുണ്ടായ ഒരു സിനിമയാണെങ്കിലും എല്ലാവരും സഹകരണം, ടെക്നീഷ്യന്മാരായിരുന്നാൽ ക്യാമറ പ്രവീൺ നായർ, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ, ആൾക്കാർ, കോസ്റ്റ്യൂമോ, മേക്കപ്പ്, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നന്നായി സഹകരിച്ചു. റൈറ്റർ പറഞ്ഞതുപോലെ ഫെബ്രുവരി 13-ാം തീയതി ആണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. പ്രേക്ഷകർക്ക് കാണാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു മേക്കിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അനുപേട്ടൻ പറയും. നമസ്കാരം. ഒരുപാട് സന്തോഷം. തനി നിറം എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ഭാഗം പറ്റി അതിനെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഡയറക്ടർ രതീഷ് ഭായി, പിന്നെ അതുപോലെ റൈറ്റർ കണ്ണൻ, പ്രൊഡ്യൂസർ മോഹനാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷേ ആദ്യം തന്നെ അവർക്കൊരു നന്ദി പറയുകയാണ്. എൻ്റെ സിനിമയുടെ ഗോഡ് ഫാദറാണ് അനുപമാണ്. കാര്യം എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയ മലയാള ചിത്രം ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് പ്രേക്ഷകർ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് എന്നെ കൊണ്ടുവന്നാണ് അനുപമാണ്. പിന്നെ അങ്ങോട്ട് ആംഗ്രി ബേബീസ്, ഷീ ടാക്സി, പിന്നെ ഡോൾഫിൻസ്, പിന്നെ ഇപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഇവിടെ തനിനിറം എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. നല്ലൊരു ക്യാരക്ടറാണ് രതീഷ് ഭായി എനിക്ക് തന്നത്. പിന്നെ ഒരുപാട് സിനിമാതാരങ്ങളുണ്ട് എന്ന് പറയുന്നത് എല്ലാവരും ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ടുള്ള സിനിമാതാരങ്ങളാണ്. അപ്പോൾ അഭിനയിക്കപ്പെടാനുള്ള ക്ലിക്കാണ് നമ്മുടെ നായിക. എടുത്തു പറയാൻ പിന്നെ എടുത്തു പറയാനുള്ളത് തങ്കച്ചൻ. തങ്കച്ചൻ്റെ ഉള്ളിൽ ഒരു തനി നിറഞ്ഞ കാണാൻ കിടക്കുന്നതിനൊക്കെ കണ്ടോ എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നു ചരിത്രം. എല്ലാവരും തിയേറ്ററിൽ പോയി ഞങ്ങളുടെ ഈ സിനിമ സപ്പോർട്ട് ചെയ്യണം.
പരിചയപ്പെടുത്തിയൊന്ന് വിളിക്കാറുണ്ട്. എന്റെ പേര് അനിത. ഈ തന്നെ ഈ മൂവിയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു. 13-ാം തീയതി കാണണം എല്ലാവരും തിയേറ്ററിൽ. ആര് പറഞ്ഞപ്പോഴും അവന്റെ ഫോണിന്റെ ബാക്കിൽ പോയിരിക്കുന്നത് ഇവിടെ ക്ലോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന മറന്നു തെറ്റിച്ച് ആരംഭിച്ച്. വളരെ സന്തോഷം ഈ തിരുവനന്തപുരം എന്ന ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത്. ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. അനൂപ് സാറിനോട് ആദ്യത്തെ സിനിമയാണ്. ഇതിന് വളരെ സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കണ്ണൻ ചേട്ടനും രതീഷ് സാറിനും ഹൃദയം തന്നെ അംഗീകരിക്കുന്നു. ഫെബ്രുവരി 13 നടക്കരുത്. നിങ്ങളുടെ തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നോബിയും ഇനി വിശാലി ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരനിര അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കരുത്. ഫെബ്രുവരി 13 എല്ലാവരുടെ ഹൃദയം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ആദർശനായി. എൻ്റെ പേര് ആദർശനായി. അപ്പം ഞാൻ ഈ പടത്തിൽ ബിനോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ തന്നെ ഒരുപാട് നന്ദി. കണ്ണനായിരുന്നാലും രഞ്ജിത് സാറായിരുന്നാലും ഈ ഒരു പടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിൽ ഞാൻ ഒരിക്കലും ലൈഫിൽ ഇങ്ങനൊരു പടത്തിലൊരു വേഷം ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. അപ്പം ഇത്രയും നല്ലൊരു ചിത്രത്തിലൊരു അടിപൊളി വേഷം തന്നു. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച കാലം മുതലേ കണ്ട് വളർന്നൊരു മുഖമാണ് അനൂപ് സാറിൻ്റെ. അപ്പം സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതിൽ ഏറ്റവും സന്തോഷം എൻ്റെ ആദ്യത്തെ ഷോട്ട് ഈ സിനിമയിൽ വെച്ചത് അനൂപ് സാറിൻ്റെ കൂടെ. അപ്പം തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ സാറിന് മുഖത്ത് നോക്കിയിട്ട് ഡയലോഗ് പറയാൻ പോലും എനിക്ക് തോന്നുന്നു അന്ന് 4 ടൈം കണ്ട അതിൽ പോയായിരുന്നു. വെച്ചാൽ അത്രയും ടെൻഷനുണ്ട്. പിന്നെ സംസാരിച്ച് ഓരോന്നായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് മോനെ അതങ്ങനെ ചെയ്യുന്നത് ക്ലിയർ ആക്കി തന്നെ. എന്ന് വെച്ചാൽ ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പുതിയതായിട്ട് വന്ന ഒരാളടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഒരുപാട് ഈ സിനിമയിൽ അഭിനയിച്ചു എന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നല്ലപോലെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ നോബിച്ചേട്ടൻ, പിഷാരടി ചേട്ടൻ, തങ്കച്ചൻ ചേട്ടൻ. ഈ നോബിച്ചേട്ടൻ, പിഷാരടി ചേട്ടനും തങ്കച്ചൻ ചേട്ടനൊക്കെ പണ്ടോട്ടെ നമ്മൾ അറിയാവുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നോബിച്ചേട്ടനായിരുന്നാലും അങ്ങനെ. പിന്നെ റോഹൻ അങ്ങനെ കുറേ നല്ല സൗഹൃദം കിട്ടി. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അപ്പോൾ ഫെബ്രുവരി 13 ഞങ്ങൾക്കുള്ള ഒരുപാട് പുതുമുഖ ആൾക്കാർ അഭിനയിച്ച ഒരു പടമാണ്. അപ്പം നിങ്ങൾ കൈപിടിച്ച് കയറ്റിയാൽ, ജനങ്ങളെ കൈപിടിച്ച് കയറ്റിയാൽ ഈ ഒരു മലയാള സിനിമയിലേക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടു കൂടി 13-ാം തീയതി പോയി എല്ലാവരും പടം കാണണം. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഞാൻ കണ്ടില്ല, സോറി. സത്യമായിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അനു, ഞാൻ മൈക്ക് കൊടുക്കാൻ പോയപ്പോ അനുമായിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി മൈക്ക് മേടിച്ചു. ഞാനത് ബ്ലോക്ക് ചെയ്തു. സോറി. ഞാനങ്ങനെ മൈക്ക് മേടിക്കുന്ന ഒരാളാണ്. ക്വസ്റ്റ്യനിലേക്ക് അലുവേട്ട. അപ്പം 13 കഴിഞ്ഞ ഓർമ്മമാണ്. അപ്പം ടീച്ചർ കണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഹ്യൂമർ ചെയ്യുന്ന കുറച്ച് പേര് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കഥ ചെയ്യുന്ന പോലെ ഭയങ്കര ത്രില്ലർ ടീച്ചർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു കാര്യമില്ല. അപ്പം അത് ഒരു എക്സ്ട്രാ ഒരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ചെയ്യുന്ന കൊണ്ടായിരിക്കണം എന്ന് തോന്നിയ ഒരു എലമെന്റ് ആയിരിക്കും സ്ക്രിപ്റ്റില്. എന്ത് സിനിമയായാലും നമുക്ക് തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന കഥയാണ് നമ്മൾ ഓക്കെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞതിന് ഒരുപാട് പരിണാമങ്ങൾ ഉറപ്പായിട്ട് എല്ലാ സിനിമകൾക്കും വരും. അത് ഷൂട്ട് ചെയ്ത രീതി, പിന്നെ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു 1 ലൈനോ സീൻ ഓർഡറോ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് അത് സ്ക്രിപ്റ്റായി വരും. സ്ക്രിപ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സംവിധായകന്റെ വഴിയിൽ പോയി കുറെ പെർഫോമേഴ്സ് അത് പെർഫോം ചെയ്യും. ഇത് നമ്മൾ ആദ്യം കേൾക്കുന്ന കഥയിൽ നിന്ന്
ഇവോൾവ് ചെയ്ത് മറ്റൊന്നായി മാറുന്നത്, എഡിറ്റിംഗ് ചെയ്യുമ്പോൾ മറ്റൊന്നായി മാറുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന, ഞാൻ ഈ പടം ഇതുവരെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മള് ഒരു പടത്തിന് യെസ് പറയുന്നത് അതിന്റെ ആദ്യ കേൾവിയിലാണ്. ആ ആദ്യ കേൾവിക്ക് ശേഷം ഒരു മെറ്റമോർഫോസിസ് കടന്നു പോകുന്നു. അതിനുശേഷം അത് തീരുമാനിക്കേണ്ടത് ഓഡിയൻസ്. അത് നമുക്കറിയില്ല. നമുക്ക് ആ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത്തരം സിനിമകൾ മാത്രമല്ലേ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. നമുക്ക് ഒരു ജഡ്ജ്മെന്റ് വരും. തലേ ദിവസം പ്രിവ്യൂ വെച്ച് ഗംഭീരം എന്ന് പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ തകർന്നറിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ച് ഇത് ഫസ്റ്റ് ദിവസം പെട്ടിയെടുത്ത് വെളിയിക്കുക എന്ന് പറയുന്ന പടങ്ങൾ സൂപ്പർ ഹിറ്റ് കാണും. അപ്പൊ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഫോമാണ്. ആ ഒരു എല്ലാ പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി യുവേഴ്സ്. നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് തള്ളിയിട്ടും ഒരു കാര്യമില്ല. ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനലി പിന്നെ നിങ്ങൾ കണ്ട് പറയുമ്പോൾ മാത്രമാണ് അത് ഇത്രയും നന്മകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഹെൽപ്ലെസ്നെസ്, പ്രത്യേകിച്ച് ആക്ടേഴ്സിന്. ഇത് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുന്നത് ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ഇതുണ്ടാവും. ആക്ടേഴ്സിന് അറിയില്ല, ക്ലൂലെസ്. നെക്സ്റ്റ് അനൂപേട്ടന്റെ തനി നിറം ഈ സിനിമയിൽ ഉണ്ടാവും. അടിപൊളി. അതൊരു ക്വസ്റ്റ്യൻ ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നത് പോലെ ഒന്നുമില്ല. ജേർണലിസ്റ്റുകളാണ് ചിരിക്കുന്നത്. നീ അല്ലേ? നിനക്ക് അത്ര ഇതില്ല. നീ അനകേടൊന്നും ക്യാമറ നിനക്കൊരു ചോദ്യം ഉണ്ടോ? അപ്പൊ ചോദിക്കും. മൈക്ക് കൈമാറും. ഇതിൽ എന്ത് വെറൈറ്റിയാണ് പോലീസ് വേഷത്തിൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മള് ട്രാഫിക്കിൽ ചെയ്യുന്ന ഒരു പോലീസ് വേഷവും വിക്രമാദിത്യത്തിൽ ചെയ്യുന്ന പോലീസ് വേഷവും അല്ലെങ്കിൽ CBI 5 പോലത്തെ ഒരു സിനിമ ചെയ്യുന്നു ഈ അടുത്ത കാലത്ത്, ഇതെല്ലാം മാറ്റം കൊണ്ടുവരേണ്ടത് ആദ്യം ബുക്കിലാണ്. അതായത് റൈറ്റിങ്ങിൽ ബൈ ദ ബുക്ക് മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഈ ബോൾ മൊഴി എന്നൊക്കെ പറഞ്ഞൊരു ആൾക്കാരായിരിക്കും. നമ്മളതൊന്നും അല്ലല്ലോ. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആക്ടേഴ്സാണ് നമ്മളെല്ലാം. അപ്പം ഈ തനിനിറമുള്ള സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പോലീസ് വേഷം വരുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ വേഷം വരുമ്പോഴും നമ്മൾ ട്രൈ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളിപ്പോ കണ്ട രൂപം പലപ്പോഴും രൂപത്തിൽ മാറ്റം വരുത്തി രക്ഷപ്പെടാനാണ് ആക്ടേഴ്സ് നോക്കുക. അതൊക്കെ ചെയ്തിട്ടുണ്ട്. മുട്ടൊക്കെ അടിച്ച് കുറച്ച് മീശയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്ന് വെട്ടാതിരുന്നതാണ്. തനിനിർത്തിട്ട് മുടി വെട്ടിയിട്ടുണ്ട്. തനിനിർ ഇറങ്ങി മുടി വിട്ടു. സാംസന്റെ ഒക്കെ മുടി പോലെ നമുക്ക് അടുത്തത് ഇവിടെ ത്രില്ലർ സിനിമകളോട് പ്രത്യേകതരം ഇതുണ്ട്, താല്പര്യമുണ്ട്. അഭിനയിച്ചുള്ള സിനിമകളിലൊക്കെ ഒരു ത്രില്ലർ മൊമെന്റിലുള്ള ജോണർപ്പെട്ട പ്രകടനമാണല്ലോ. എനിക്ക് കൂടുതൽ വരുന്നത് അത്തരം സിനിമകളാണ്. എനിക്ക് എല്ലാത്തരം സിനിമ ആക്ഷൻ ഒഴിച്ചിട്ടുള്ള എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടമാണ്. അടികൂടുക എല്ലാവരും ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒട്ടും കുറ്റം പറയുന്നതല്ല, എനിക്ക് പറ്റാറില്ല. ഞാൻ കഴിയുന്ന അങ്ങനെ എത്രയോ സിനിമകൾ അടിയുണ്ട് എന്ന കാര്യത്താൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതൊഴിവായത് മാത്രമല്ല, അടിയുള്ള സിനിമകൾ അപ്പുറത്ത് വേറെ നായകനുണ്ടെങ്കിൽ അവന് അത് കൊടുത്തിട്ട് രക്ഷപ്പെട്ട ഉണ്ണിക്കുറുന്നതിനൊക്കെ ഞാൻ ചാണക്യന്ത്രത്തിലൊക്കെ അവന് പണി കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്ക് വരുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ കണ്ണെടുത്ത് പോയി ഇങ്ങനെ ഡയലോഗ് വെളിയിക്കോട്ടെ. നിങ്ങളിനി ആ സിനിമ ഉണ്ടാ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ കാപ്പിടിച്ച് ഡയലോഗ് പറഞ്ഞ് പോയിട്ട് ഉണ്ണി ആടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കഴിഞ്ഞോ. എനിക്ക് ബാക്കി അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോണർ അല്ലെങ്കിൽ ജോണർ മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നതാണ്. ഇന്റലിജന്റ് പോലീസ് ഓഫീസർ അങ്ങനെ കാറ്റഗറിയിലേക്ക് മിക്ക ആളുകളും സെലക്ട് ചെയ്തില്ല ഒരു പെണ്ണ്. അങ്ങനെ ഒരു ടാഗ് ഒരു മലപ്പുറം തോന്നിയിട്ടില്ല. ഇതിൽ അൾട്ടിമേറ്റ്ലി പടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ.
ഞാൻ ഒരു സിനിമയിൽ പോലും നായകനാണെന്ന് പ്രതീക്ഷിച്ചാണ്. ഞാൻ 100 സിനിമകളിൽ നായകനാണ്. എനിക്ക് അർഹിച്ചതിനേക്കാൾ കൂടുതൽ അംഗീകാരം ഒരു നടൻ എന്ന രീതിയിൽ കിട്ടിയ ആളാണ് ഞാൻ. 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഒരു ഫിലിംഫെയർ അവാർഡ് കിട്ടി. ഇതൊന്നും ഞാൻ പൂർണ്ണമായി അർഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ എനിക്ക് ആസ് എൻ ഓഡിയൻ മലയാളികൾ തന്ന സ്ഥാനം അല്ലെങ്കിൽ മലയാളികൾ തന്ന അംഗീകാരം ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ്. ഇതുവരെ പ്ലാൻ ചെയ്തല്ല ഒരു കളാനുമില്ല. ആരും ഒന്ന് വിളിച്ചാലും പോകും. കോമഡി കഥാപാത്രം വന്നാലും പോകും. എന്താണ് കോമഡി കഥാപാത്രം ആരും ഓർമ്മ പിടിക്കും. പിന്നെ ആംഗ്രി ബേബീസ് ഒക്കെ കുറെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള തരണ്ടേ, ഇത് തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അനാമനാ സംതൃപ്തി എന്ന് പറയുന്ന പോലെ മാമണ്ണുണ്ടേ, അതിനനുസരിച്ച് ആര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താം എന്നൊക്കെ തോന്നുന്ന പടമാണെങ്കിൽ പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലേ അല്ല. നമ്മളെ ആദ്യം കേൾക്കുമ്പോൾ ആദി ഗംഭീരം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ പാടപട പൊട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. 100 പടമായില്ലേ, വയസ്സായി. ട്രാക്ക് മാറ്റിട്ടേ ഒരു ആക്ഷൻ മാസ് ഒക്കെ പിടിക്കാനുള്ള സമയമായിരുന്നു. നീ നിന്റെ ഈ വയറ് തുടങ്ങിയിട്ട് ഒരാൾ മാത്രം ചെയ്താൽ മതി. പരസ്പര പൂരകമായിട്ട് ബന്ധത്തിലേക്ക് പോവാം. നീ ഇത് തുടങ്ങി, ഞാൻ രക്ഷ ചെയ്യും. എല്ലാവർക്കും നീ ഇത് തുടങ്ങി. ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വയ്ക്കും. പ്രത്യേക പ്രൊഫൈലിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ കുംഭയിലേക്ക് ഒരു ക്ലോസ്. അവൻ കട്ട് ചെയ്തതാണ് ക്ലോസിന്റെ, അവനിടത്തില്ല. അങ്ങനെ നീ തടി പറയുമ്പോൾ ഞാൻ ആക്ഷൻ ചെയ്യും. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് നായകനൊന്ന് പരിചയപ്പെടുത്തും. ഈ വീണ്ടും നായകന് വേറെ എവിടെ കണ്ടിട്ടില്ല. നീ ആദ്യം ഒറ്റ കാര്യം ചെയ്യും. ക്യാമറ കുറച്ച് ഒരു വൈഡ് ലെൻസിലേക്ക് ഇട്ട് ബാക്കി ആ പാവുകളൊക്കെ ഒന്ന് പിടിക്കാം. ശരി, ഓക്കെ. അത് നായിക ഒന്നുകൂടെ പരിചയപ്പെട്ടു. എന്റെ പേര് അനക. ഞാൻ തണ്ണീർമത്തദിനങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, പിന്നെ പത്രോസിന്റെ പടപ്പുറം എന്ന മൂവിയിലെ നസ്ലിന്റെ അതായിട്ട് ചെയ്തിരുന്നു. പിന്നെ എന്നെ കുറെ പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിലെ ജെയ്സല്ലേ, അതിന്റെ ഒട്ടുക്കത്തെ നോട്ടാട്ടാ. അനക ഇതില്ലേ അപ്പം അനൂപേട്ടനെ പോലത്തെ ഒരു ലെജൻഡിന്റെ കൂടെ ഒക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അനൂപേട്ടനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? പേഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ സാറോടെ സെറ്റ് ബിഹേവ് ചെയ്യണതായാലും സാറിന്റെ ആക്ടിങ് ആയാലും എല്ലാം നോക്കിക്കണ്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. അനുപേട്ട, നോബിചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ അനുപേട്ടനാണ് ഗോഡ് ഫാദർ എന്ന്. ഈ സിനിമയിലെ നോബിച്ചേട്ടന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? ഡിന്നറിന്റെ മാത്രം നോബി ശരിക്കും കാലിഫോർണിയ കാര്യം പറഞ്ഞപ്പോ നോബി, ജോജു, അതെല്ലാം ആ ടൈമിലാണ് അവരെല്ലാം വരുന്നത്. നോബി നീ എത്ര 500 പടം ചോദിച്ചാൽ ഇത് എത്രയാണ്? 100ഒന്നുമല്ല, ഓടാണ്. ഞാൻ അഭിനയിച്ചു 100. നീ 500 ആയിക്കണം. ഒരു എണ്ണമില്ല, എല്ലാ പടത്തിലുണ്ടല്ലോ. അപ്പൊ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവരെല്ലാം ആ കാലിഫോർണിയ ആ ടൈമിലുള്ള എല്ലാ ആക്ടേഴ്സും സഹിക്കുകയാണെങ്കിലും നോബി എനിക്ക് ഓർമ്മ. നോബിയെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ അതില് കാലിഫോർണിയയില് ഇവൻ ഓടുന്നൊരു സീനുണ്ട്. മറ്റേ വെട്ടിയായിട്ട് ഇവൻ ഓടുമ്പോ ഇവൻ ഓടുന്നില്ല. കാരണം വളരെ വലിയിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഓടുന്നില്ല. ഞാൻ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞത് നോബി ഓട് ഓട് എന്ന് പറഞ്ഞു. അവസാനം ഇത് കേട്ട് ഫസ്റ്റ് പടമൊക്കെ ഇല്ല, ഇവൻ ഓടി
ഇവൻ വീണു, ഇവന്റെ ബോധം പോയി. വെറുതെ ഇവന്റെ ബോധം പോയി, ഇവന്റെ പേടിച്ചിട്ട് ഞാനാണ് മൈക്കൂടെ വിളിച്ചു പറഞ്ഞു ഇവൻ ഓടാൻ. ഏതോ ഒരു തെണ്ടി അവിടെ സൈഡിലൊന്ന് ചെന്നെടുത്ത് പറഞ്ഞ് ആദ്യത്തെ അവരോട് നമ്മുടെ പറഞ്ഞു. ഇത് പിന്നെ ഇത് വിളിയാണ് നോബി എവിടെ എത്തി, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നോബിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വഴിക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഏതൊരു ബുദ്ധിമുട്ടാണ് ചേട്ടാ കിട്ടാൻ. ഇവന്റെ കിടപ്പ് വിട്ട അങ്ങനെയല്ലേ, ഇവന്റെ ആ മറ്റേ റോഡില് നമ്മുടെ കളമശ്ശേരി റോഡിലാണ് ഇവനെ എണീപ്പിച്ച് 10 പേര് അങ്ങനെ ആംബുലൻസ് കെട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ പറയും സംഭവം എന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാർസ് നടക്കുന്ന ടൈം. അപ്പം ഈ കാലിഫോർണിയയുടെ ഷൂട്ട് നടക്കുന്ന എല്ലാ ദിവസവും എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അന്ന് ട്രൂപ്പിൽ പ്രോഗ്രാം കളിക്കുന്ന സമയമാണ്. അപ്പൊ കോമഡി സ്റ്റാർസിന്റെ പിന്നാലെ എത്താറായി. അപ്പൊ എല്ലാ ദിവസവും പരിപാടിയും ഇവിടെ ഷൂട്ട്. പക്ഷെ അന്ന് എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ വിട്ട് ലൊക്കേഷൻ ഞാൻ ഇവിടെ പ്രോഗ്രാം ഉണ്ട്. ഏറ്റിലേക്ക് പ്രോഗ്രാം കഴിഞ്ഞ വീണ്ടും എറണാകുളത്ത് വരും, വീണ്ടും പിറ്റേന്ന് പോകും. അങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിച്ചിട്ട് അടുത്തോട്ട് പരിപാടി ആലപ്പുഴ വലിയ ഭാഗ്യമില്ല. ഇതെല്ലാം പ്രമാണമുണ്ട്. പോകുന്നിരിക്കും. കോമഡി ചാൻസിന്റെ ഷൂട്ടുണ്ട്, അവിടെയും പോകാൻ പറ്റിയില്ല. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഓടുന്നു. ഇത്രയും ദിവസം ഉറക്കൊണ്ടിരിക്കുന്നു. ഓടിയാലല്ലേ പറ്റൂ. എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് പടമല്ലേ, നമ്മൾ ഓടാൻ പറ്റൂല പറയാൻ പറ്റൂടാ. എങ്ങനെയും ഓടണം. ഏറ്റവും വലിയ ടെൻഷൻ കാറ്റ് കമ്പ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്കൊരു പേടി, ദൈവം ഇതിന് ഊരി പോകും. ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട്. പിന്നെ ഓടണം, മറ്റേ പ്രഷർ എല്ലാം കൂടെ കൊണ്ട് തലചുറ്റി ശൈലി കൊണ്ടല്ലോ ദേഹത്തോട് ഇങ്ങനെ പക്ഷെ ഉഗ്ര സീനാണ്. എന്നിട്ട് അതിന് ഏറ്റവും വലിയ കോമഡി തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഈ അയ്യപ്പന്മാരുടെ സാർ കറുപ്പും പാസ്മോട്ടും ഫുള്ളും മാല. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തപ്പോൾ നേഴ്സുമാരെ ആന്ധ്ര എന്നാണ് വന്നത്. അപ്പം ശബരിമല എന്റെ കൂടെ നിങ്ങൾ ദീപം പാശ രണ്ടുപേരെ കണ്ട കറക്റ്റ്. അപ്പം നേഴ്സ് വന്നിട്ട് അപ്പം സ്വാമി ശബരിമല പോയതാ അതാ തിരിച്ച് വന്നത്. ദീപം ഇല്ല, ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നിരുന്നേ. ഷൂട്ടിങ്ങിന് വന്നിരുന്നു. പെട്ടെന്ന് ഈ 50 ഡ്രസ്സ് കണ്ടപ്പോഴാണ് ശബരിമല സീസൺ ആയിരുന്നു. പക്ഷെ എന്തായാലും അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ പ്രസ് മീറ്റ് വരെ അങ്ങനെ അടുത്തുനിന്നിരിക്കാൻ പറ്റും. വലിയ ഭാഗ്യം. അല്ല നമ്മളെപ്പോഴും കുഴപ്പമില്ല. ഈ സിനിമയിൽ ഇപ്പോൾ ഏതെങ്കിലും നോബിയുടെ സീൻ കണ്ടിട്ട് നമ്മളതിനെ മോശം പറയുകയോ അല്ലെങ്കിൽ അത് ശരിയായില്ല, ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് ഈ ഓൾമോസ്റ്റ് 48 hours ഉറങ്ങാതെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഷോ കഴിഞ്ഞ് തിരിച്ചു വന്ന് അഭിനയിക്കുന്നു, അഭിനയം കഴിഞ്ഞ് വീണ്ടും പോകുന്നു. സോ ഇതൊന്നും ഈ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പക്കളിയല്ല അയാൾ കളിച്ചിട്ടുള്ളത്. അയാൾ അത്രയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുന്ന ഏറ്റവും വലിയ സംഭവം ചിലപ്പോൾ ഈ പടത്തിൽ റോഹൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ ആങ്കേഴ്സ് ആയിട്ട് വന്നവരും നിങ്ങളുടെ ഇതുപോലെ ഇരുന്ന ഒരാളാണ് റോഹൻ, അല്ലേ? വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരു സിനിമയിൽ പ്രധാന വേഷമാണ് ഇപ്പോൾ റോഹൻ ചെയ്യുന്നത്. എത്ര പേരുടെ സ്വപ്നമാണ്, എത്ര പേര് എത്തുന്നു. അപ്പൊ അത് നമുക്ക് എന്താ പറയുക, ഇതിനെ നമ്മൾ ഇവരുടെ പിന്നിലുള്ള ത്യാഗങ്ങളോ വിഷമങ്ങളോ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സ്വപ്നങ്ങൾ, അവരെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവൻ പോരാ എന്ന് പറഞ്ഞൊരു പുതുമുഖത്തെ പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് എല്ലാ കാലത്തും ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് പുതുമുഖങ്ങളുടെ ഒപ്പമാണ്. വളരെ കുറച്ചാണ് ഞാൻ സീനിയർ ഡയറക്ടേഴ്സിനോട് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഷോസിൽ എപ്പത്തിരിക്കായിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ കോൺത്തുള്ളത് ആ റട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നോബിക്ക് അന്ന് വീണപ്പോൾ ശരിക്കും പറഞ്ഞത് കുറ്റബോധത്തെക്കാളേറെ ഇയാള് ആ സിനിമയ്ക്ക് വേണ്ടി, സിനിമ നടനാവാൻ വേണ്ടി സഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളൊക്കെ. എനിക്ക് തോന്നുന്ന രാത്രി ഇപ്പോഴായിരിക്കും ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക വാട്ട് ഇറ്റ് ടേക്സ് ടു ബി എ ആക്ടർ, അല്ലെ? ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ നിരന്തരമായ വെയിറ്റിങ്ങുകൾ, രാത്രികളിൽ ഉറക്കമില്ലാത്ത ഷൂട്ടിംഗ്, ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ 4 മണിക്ക് പ്രൊഡക്ഷൻ വീണ്ടും വിളിക്കും, തട്ടി വിളിക്കും, 5 മണിക്ക് ഷോട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ജേർണി ഒരു തരത്തിൽ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിനെ മറ്റൊരു വശത്ത് നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി എമ്പത്തറ്റിക് ആയിട്ട് ആൾക്കാരെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നീ കണ്ടു പറയുന്നത്
അനുവേട്ട അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാലിഫോർണിയയിൽ ശരി, അതുപോലത്തെ സിനിമ ട്രിവാൻഡ്രം ലോഡ്ജ് അതുപോലത്തെ സിനിമകളൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഒരു സമയത്ത് നോർമൽ ട്രാക്കിൽ പോകുന്നത് അത് ബ്രേക്ക് ചെയ്ത് ആ ക്ലീഷ ബ്രേക്ക് ചെയ്ത് നടത്തിയ ഒരു സിനിമകളായിരുന്നു അതൊക്കെ. തിയേറ്ററിൽ പ്രേക്ഷകർ പല ജീവിതങ്ങളും ഒറ്റ സിനിമയിൽ കാണിക്കാതെ പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പോൾ അതുപോലത്തെ സിനിമകൾ ശരിക്കും മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറയാൻ ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം അതുപോലത്തെ സിനിമകൾ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണോ കൂടുതലാണോ, അത് ചെയ്യാനുള്ള മടിയാണോ? എല്ലാ കാലത്തും ഇത് നമ്മളെ ബോധർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെ ബോധർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡ്ജ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ട്രിവാൻഡ്രം ലോഡ്ജോ ഈവൻ കാലിഫോർണിയ ചെയ്യാൻ പറ്റില്ല. കാലിഫോർണിയ നമുക്കൊരു ഈ പറയുന്ന ഒരു ഫൺ ട്രാക്കൊക്കെ ആണെങ്കിലും അത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട ചോദ്യം. അണ്ണ ബുദ്ധൻ ക്രിസ്ത്യാനിയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ നിഷ്കളങ്കമായി ചോദിക്കാം. ആക്ച്വലി ആ ചോദ്യത്തിന് വേറെ അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലോസഫിക്കൽ മാനങ്ങളുണ്ട് അല്ലേ? കാരണം നമ്മൾ ഈ മതം എന്ന് പറയുന്നത് മതം ഉണ്ടായിട്ട് 2000 വർഷങ്ങളോ 3000 വർഷങ്ങളോ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് 10 ലക്ഷം വർഷം ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ദൈവത്തെ പോലും കണ്ടുപിടിക്കാതെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഈവൻ പരസ്പരം ഒരു ടെററിസ്റ്റാണ്. അപ്പം എന്താണ് മനുഷ്യന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും, അതായത് വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന വളരെ പ്രൈമറി കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ വിവരക്കേടുകളിലേക്ക് പോകുന്നത്. അതിനെയാണ് ആ പടം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തത്. സോ അന്ന് എനിക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റുന്ന സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ആ ഡയലോഗ് മൈറ്റ് ബി എ ബ്ലാസ്ഫമി, ഒരു മതനിന്ദയായിട്ട് പോലും ഡബ് ചെയ്യപ്പെടാം. അത് ആ അർത്ഥത്തിൽ കറക്റ്റാണ്. നമ്മൾ ഭയങ്കര കൺഫൈൻഡ് ആണ്. ഓരോ കാര്യങ്ങളും ഒരു സിനിമയുടെ പേര് പോലും ഇടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയ്ക്ക് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആ അർത്ഥത്തിൽ. അത് സത്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ അന്ന് അങ്ങനെ ഒരു പല ഇപ്പം ആ സമയത്ത് കുറെ അങ്ങനത്തെ സിനിമ ബ്യൂട്ടിഫുള്ളും ട്രിവാൻഡ്രം ലോഡ്ജും കാലിഫോർണിയ പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായ സിനിമ ട്രാഫിക് എന്ന് പറഞ്ഞ പടം, അല്ലെങ്കിൽ ആഷിഖിന്റെ പടം സോൾട്ട് ആൻഡ് പെപ്പർ, ഇതൊക്കെ ഓരോ അതിന്റെ പല ഗണത്തിലും വളരെ ഈവൻ അരുണിന്റെ മുരളി എഴുതിയ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരുപാട് സിനിമ. അത് ഒരു ദാറ്റ്സ് എ സൈക്കിൾ. അതൊരു 10 years കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പൊ വന്നപ്പോ ദർ വാസ് ദിലീഷ്, ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ വരുന്നു. സോ ആ സൈക്കിൾ കണ്ടിന്യൂസ്. അപ്പൊ ഓരോരുത്തർ അതിനകത്ത് ആവുന്നു, ഞങ്ങൾ അതിനകത്ത് ഇൻസ്ട്രുമെന്റ് ആവുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതൊരു നൈരന്തര്യമാണ്. പക്ഷെ ഞാനും ചോദിച്ചിട്ടുണ്ട്, കാലിഫോർണിയക്ക് ഒരു സെക്കൻഡ് പാർട്ട് നന്നായിട്ട് ഓടും. കാര്യം ഒരു ആട് 2, 3 ഇതിനെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സെക്കൻഡ് പാർട്ടിന് പ്രതീക്ഷിച്ചു. കാരണം അത്ര ആർട്ടിസ്റ്റുകളുള്ള സിനിമയല്ല. ആ ഒരു തരം സിനിമ എന്ന് പറയുന്നത് കാലിഫോർണിയ കഴിഞ്ഞിട്ടാണ് ആട് വരുന്നത്. അപ്പോ ആട് അന്ന് തിയേറ്ററിൽ പോയില്ല, പക്ഷെ ആട് 2 became big. കാരണം ആ ഒരു സ്റ്റൈലിംഗ് ഒരു റിയൽ കമേഴ്ഷ്യൽ സിനിമയുടെ സ്റ്റൈലിംഗ് ആണ്. നമുക്കൊരു പല പാരലൽ ട്രാക്കുകളിൽ വെച്ചിട്ട് ലാസ്റ്റ് ഇത് കൊണ്ടുപോയി അതിന് ഒരുമിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ കാലിഫോർണിയയിൽ 10ഓളം ട്രാക്കുകൾ ഉണ്ടായിരുന്നു, പല പല ക്യാരക്ടേഴ്സിന്. ഇതെല്ലാം കൊണ്ടുവച്ച് ക്ലൈമാക്സിൽ കൊണ്ടുവച്ച് അതായിരുന്നു നല്ല ഫൺ, അതിൽ രസം അതായിരുന്നു എഴുത്തിൽ. അനുവേട്ട അതുപോലെ ഇപ്പൊ ലാലേട്ടനുമായിട്ട് ചെയ്യാതിരിക്കുന്ന പടം തന്മൂർത്തിയുടെ വിശേഷിക്കുന്ന ഒരു കഥാപാത്രമാണ് താടിക്കെട്ട്. അപ്പൊ ചേട്ടൻ സിനിമയിൽ എങ്ങനെയായിരിക്കും ലാലേട്ടൻ? അതിനെ കുറിച്ച് വളരെ എന്താണ് ഏർലിയാണ് അത് എങ്ങനെയായിരിക്കും എന്ന് പറയാം. അതിന്റെ കറക്റ്റ് പ്രൊഡക്ഷൻ വന്നാലേ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഇതിനകത്ത് ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ അത് വർക്കായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അതിന് നിലനിൽപ്പുണ്ട്. അത് കൂടുതലും എൻ്റെ ശാഠ്യമാണ്. അപ്പൊ ആ ശാഠ്യം ആ പടത്തിന് നല്ലതിനാണ് എനിക്ക് തോന്നുന്നു. ലാലേട്ടനും പറയുന്നത് അതാണ്, കറക്റ്റ് അത് വരട്ടെ ആസ് എ പ്രൊഡ്യൂസർ. അങ്ങനെ പ്രൊഡ്യൂസർ വന്നാലേ ആ സിനിമ സംഭവിക്കുള്ളൂ. ഓടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്, എനിക്ക് തൽക്കാലം വിട്ടുപോകാറുള്ള സിനിമകളുണ്ട്. ഒരു സൈഡിൽ കൂടെ ഞാൻ പോകും. അപ്പൊ ഏറ്റവും നല്ല, ഏറ്റവും ഹാപ്പി ആവുന്ന, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ആ ഹോൾ പ്രൊഡക്ഷനും ഹാപ്പി ആവുന്ന ഒരു സ്പേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂ. ഈ വർഷം ചിലപ്പോൾ നടക്കാം, അടുത്ത വർഷമായിരിക്കും. Let it happen at that time when everything is rosy and happy. Rohit,
ഇന്നിപ്പോ നമ്മുടെ മീഡിയയിൽ നോക്കുമ്പോൾ നല്ല ആക്ടറാണ്. ഇപ്പൊ മീഡിയ ലൈഫിലേക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഡിഫറെന്റ് ആണ്. അതൊരു സെറ്റ് ലൈഫും വേറൊരു ഡിഫറെന്റ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമാറ്റിക് ലൈഫ്? ആദ്യം താങ്ക് യു. നല്ല നല്ല ചോദ്യങ്ങൾ, നല്ല ഇന്റർവ്യൂയുടെ അമ്മ എങ്ങനെ തെളിഞ്ഞെന്ന് പറഞ്ഞതിന്. നേരത്തെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഞാൻ മുമ്പും പറയാനുള്ള കാര്യമാണ്, ഇന്റർവ്യൂവിൽ പറഞ്ഞത് ചോദിക്കാനാണ് കുറെ കൂടി എളുപ്പം എന്നുള്ള കാര്യം. കാരണം നമുക്ക് ഇതെങ്ങനെ പോകണം, ഇതെങ്ങനെ ഇത് ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ചൊരു ധാരണ ഉണ്ടാവും. ഈ ചോദ്യം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും ആ മറുപടിയിൽ നിന്ന് എങ്ങനെയാണ് സബ് ക്വസ്റ്റ്യൻസ് പോകണമെന്നുള്ളതും നമുക്കൊരു ധാരണ ഉണ്ടാവും. ഉത്തരങ്ങൾ പറയുന്നത് പറ്റില്ല എന്നുള്ളത്, കാരണം ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം പോകണം എന്നുള്ളത്, ഇതെങ്ങനെ വേണമെങ്കിലും മാറിപ്പോകാം, തിരിച്ചലിക്കാം എന്നുള്ളതും കുറെ കൂടി എളുപ്പം അവിടെ ഇരിക്കാനാണ് എന്നുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു ഗുണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മറ്റേ നമ്മൾ ചോദിക്കാൻ സിനിമയെ കുറിച്ചാണെങ്കിലും ആ സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലുണ്ടാവും എന്തിനും ഉത്തരം കിട്ടാനുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇത് പോയിരുന്നതെന്നുള്ളതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് നേരത്തെ സൂചിപ്പിച്ചാൽ അതാണ് യാഥാർത്ഥ്യം. ഈ സിനിമയുടെ അകത്ത് നിൽക്കുമ്പോഴാണ് എങ്ങനെയായിരുന്നു ഇവർക്ക് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എത്രത്തോളം അതിന് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പ്രയാസം ഒരു സിനിമയിലുടനീളമുണ്ട്, ലൊക്കേഷനിലുടനീളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രയാസത്തെ ഇല്ലാതെ ആക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ അതുമായിട്ട് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ഇവരിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നുള്ളത്. ബുദ്ധിമുട്ട് നേരെ അവർക്കാണ്. കാരണം ഒരു അത്രയും വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ ആക്കിയെടുക്കുന്ന വർഷങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഇന്ന് കയറി വരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കല്ല, അവർക്കാണ്. കാരണം അവർ പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ പിടിച്ചു വരച്ചു കൊണ്ടുവരണം. നമുക്ക് അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി ആ പ്രയാസത്തെ കുറച്ചുകൂടി അനായാസമാക്കുന്നത് അവർക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ സഹകരിക്കുന്നതോടുകൂടി തന്നെയാണ്. അപ്പോൾ ഇപ്പം നേരത്തെ ഷേണായി തുടക്കത്തിൽ പരിചയപ്പെടുത്ത പറഞ്ഞു ആദ്യത്തെ സീൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാറുണ്ട് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുന്നത്. ഈ സിനിമയിൽ വരുമ്പോൾ ലൊക്കേഷനിൽ ആദ്യം തന്നെ വഹിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ അതിനുവേണ്ട കൂടിയായിരുന്നു തുടക്കത്തിൽ സീൻസ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂവിലാണെങ്കിലും നമ്മൾ ചോദിച്ചു കേട്ടുള്ളതാണ്, സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ 1-2 നമ്പറുകൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്നുള്ള രീതിയിലേക്ക് ഇത് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്. ഇത് ഞാൻ കുറേ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പും അവർ ടേക്കിന് ശേഷം അതിനോട് ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നമ്മുടെ പ്രൊഫൈൽ കാര്യത്തിലാണെങ്കിൽ ഓക്കെ. അപ്പോൾ അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു കുടുംബത്തിനൊപ്പം ചെയ്യുന്നതിന്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊരു സൈഡിലുണ്ട്. അതും അതിനപ്പുറത്തേക്ക് മറിച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മളെ ഏറ്റവും ബെറ്റർ ആക്കാനൊപ്പം നിർത്താനാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പോൾ ഒരു സിനിമ 13-ാം തീയതി എത്തുന്നു, നമുക്ക് മുണ്ടൊരു വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചു കൊടുക്കുന്നത്. അതേ ഫെബ്രുവരി 13 ഒരു വെള്ളിയാഴ്ച സിനിമ എത്തുമ്പോൾ ആ സിനിമ റിലീസ് ആവുന്നേക്കാൾ മുമ്പ് കിട്ടുന്ന വലിയൊരു ആത്മസംതൃപ്തി ഉണ്ട്. അത് ഈ സമയങ്ങളോട് പോയപ്പോഴായിരുന്നു. അത് പറയാതെ വയ്യ, അത് വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അജീഷ് കുറച്ച് കഴിഞ്ഞ പ്രീവിയസ് പ്രൊമോഷനിൽ പറഞ്ഞു, അനുപേനെ കുറിച്ച് പറഞ്ഞു, ഭയങ്കര എൻസൈക്ലോപീഡിയാണ് അനുപേട്ടൻ. സിനിമയെ കുറിച്ച് അറിയാം, എന്താ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാം, ഭയങ്കര ഓളയാണ്, ഒരു ആപ്പിൾ പോലെയാണ് അനുപേട്ടൻ. ആൾ കാലി ചെയ്യുന്ന ഇഷ്ടമാണ്, അത് ഭയങ്കര ഫീലാന്ന് പറഞ്ഞു. ഒരു വലിയ ആരാധന. അത് പോയ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? അതിൽ തന്നെയല്ലേ ഉത്തരം. നമ്മൾ ആപ്പിൾ ഫ്രൂട്ട്സിൽ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണാന്നുള്ളത് വളരെ അല്ലേ പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അതിന്റെ ഞാൻ മുമ്പേ അനുവേണ്ടോട് എനിക്ക് പറയുക സിനിമയിൽ വരുന്നതിന് മുമ്പ് അനുവേണ്ടം പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടെ എന്താ പറയുക, ഭയങ്കര ക്രിഷ്യസ് ആയിട്ടുള്ള ഭയങ്കര കോണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ലുക്ക് കൊണ്ടും എപ്പോഴും അനുവേണ്ടലാണെന്ന് സെറ്റിൽ വന്നിട്ടുള്ള ലൊക്കേഷൻ വരുമ്പോഴാണെങ്കിലും നമുക്ക് ആ വരുന്നൊരു സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, നമുക്ക് ആ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാഴ്ചയും അതിനപ്പുറത്തേക്ക് നമുക്ക് ആക്ടറായിട്ടും റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും ഒരു സിനിമയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും അതിന്റെ സമസ്ത മേഖലയിലും കൈവയ്ക്കുകയും അതിന്റെ കൈകൊണ്ട് പതിപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരാളിലെ കൃത്യമായിട്ട് ഒരു എൻസൈക്ലോപീഡിയാണ്. അത് സിനിമയും മേക്കിങ്ങിൽ മാത്രമല്ല, ഒരു സിനിമയെ കുറിച്ച് മലയാള സിനിമയായിക്കോട്ടെ, സിനിമയെ ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളായിക്കോട്ടെ, നമുക്ക് ചുറ്റും നടക്കുന്ന സമകാലിക വിഷയങ്ങളായിക്കോട്ടെ, എന്ത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ്. തന്മത്തരം പ്രസ് വീട്ടിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇപ്പൊ നടക്കുന്ന
എന്ത് വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിലും അടുത്തൊരു സെക്കൻഡിലോട്ട് പോലെ ഉത്തരം വന്നിട്ടുണ്ടോ. അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റഡായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കാനായിട്ട് ഒരു കാര്യത്തിൽ പഠിക്കുന്നുണ്ടാവുക, ഉത്തരം പറയാനുള്ള ബുദ്ധിമുട്ടുള്ള വിഷയത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്ത് ചോദ്യങ്ങളും മുൻകൂട്ടി അറിയില്ല. പക്ഷേ അർത്ഥത്തിൽ അങ്ങനെ പിടിയായിരുന്നു എനിക്ക് ആപ്പിൾ ഐഫോൺ അത് എക്സ്പീരിയൻസ് ഞാൻ എന്തെല്ലാം കൈ മുടക്കിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് നല്ല നിശ്ചയണ്ട. ഇത് ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഉദ്ദേശിച്ചതൊന്നുമല്ല. അതായത് ഞാൻ ഒരു പണിയും ചെയ്യില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ച ആപ്പ് ഇയാള് വെയിലത്ത് വർക്ക് ചെയ്യില്ല. ഇയാൾ നേരത്തെ പറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ ചെയ്യില്ല. ഇയാളുടെ സൗകര്യമുള്ള രീതിയിൽ ഇയാൾ ഏതോ ഫ്രിഡ്ജിനകത്ത് വെച്ച ആപ്പ് പോലെ അതിനൊരു തിരുത്തുണ്ട്. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും ഒരു ആപ്പിൾ കഴിച്ച് നമ്മൾ ഭയങ്കര എനർജി വരും എന്നതുപോലെ നമുക്ക് സെറ്റില് ഭയങ്കരമായിട്ട് എങ്ങനെ സീൻ എടുക്കണം എന്നുള്ള ടെൻഷന്റെ ഇടയ്ക്ക് ആപ്പിൾ അനുഭവ പ്രസംഗിച്ചില്ലെങ്കിൽ ആപ്പിൾ കഴിച്ചു പോയി. സിനിമയിൽ അഭിനയിച്ചു ഇത്രയും വർഷം ലാലേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും സെൽഫ് റോഡ് ചെയ്ത് ഡയലോഗ് പറയുന്നുണ്ട്. പല ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അനൂപേട്ട ഇത്രയും സിനിമയിൽ അഭിനയിച്ചു. അനൂപേട്ട സെൽഫ് റോഡ് അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് ഏതൊരു സിനിമയിലെ ഡയലോഗോ അല്ലെങ്കിൽ പറയുന്ന സിറ്റുവേഷനോ ഇനിയുള്ള സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ സിനിമകളോ ഞാൻ പല സിനിമകളും എൻ്റെ സിനിമകളും മുഴുവൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ ഹീറോയിലെ ഡയലോഗ് അത് വളരെ എന്നോട് പലരും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തതാണ്. അപ്പൊ എന്നോട് പലരും കുറെ കഴിഞ്ഞ് എനിക്ക് വലിയ മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ടീമുണ്ട്, രാജ്, ബന്ധു, അവരുടെ ചോദിക്കുന്ന പരിപാടി എന്ത് സംഭവം അപ്പോഴാണെങ്കിൽ എനിക്ക് അയച്ചു തരുന്നത് ഇത് അതിലെ ഡയലോഗ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്കത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഒന്ന് ഞാൻ ഒരു പൊളിറ്റിക്കലി കറക്റ്റാണ് അത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇൻ ഫിലിംസ് അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൈമറിലി ഇത് റൈറ്ററാണ്. റൈറ്റിങ്ങും അതിനെ ടെക്നിക്കലി ആസ് എ ഡയറക്ടർ ആസ് എ റൈറ്ററാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്നത് ഒരു സിനിമയിൽ, അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം. ഇത് മറ്റൊരു പ്രൊഫഷനും ഇത്രയധികം പൈസ തരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ടിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇത് വളരെ മുന്നേ ഞാനും ജയനും ഒരുമിച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞിട്ട് ഇത് നിർത്താം ഇവർ. കാരണം വെച്ചാൽ നിനക്ക് വേറെ പടം കുറെ നീ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നു. സോ ലെറ്റ് സ്റ്റോപ്പ് ദിസ്, ലെറ്റ് മീ ഡു സംതിങ് സോ ദാറ്റ് അടുക്കളയിൽ അരി വേവണ്ടേ, അപ്പൊ അത് വേവണമെങ്കിൽ അഭിനയിക്കണം. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇതൊന്നും ഒട്ടും പൊളിറ്റിക്കൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എൻ്റെ കൂടെ വന്ന എല്ലാ ആക്ടേഴ്സും ഇത് പാഷനാണ്, നിങ്ങളുടെ ജീവവായുവാണ്, ജീവരക്തമാണ് അഭിനയം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഏറ്റവും മിനിസ്ക്യൂൾ അല്ലെങ്കിൽ ഇൻകോൺസിക്വൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും ചെറിയ ഭാഗം ആണ് ഒരു ആക്ടർ എന്ന് പറയുന്നത്. ഈസ് ആസ് ഗുഡ് ആസ് ദ ഡയറക്ടർ ഓർ ദ റൈറ്റർ. പ്രൈമറിലി ദ റൈറ്റർ. അയാൾ എഴുതി വെക്കുന്ന കഥാപാത്രം, അയാള് സ്വരുക്കൂട്ടുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഡിഫറൻസും ഇല്ലെങ്കിൽ ഒരു ആക്ടർ എല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പോ വിക്രമാദിത്യയിലെ പോലീസ് ഓഫീസറാണോ അല്ലെങ്കിൽ ട്രാഫിക്കിലെ ആണോ ഇതെന്ന് തനിനിറത്തിൽ ചോദിച്ചാൽ അത് ആ ബോഡി നമ്മുടെ ടെക്സ്റ്റൽ ബോഡിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നനുസരിച്ചിരിക്കുന്നു. എനിക്കെന്നല്ല ഏതൊരു ആക്ടർക്കും അത് തന്നെയാണ്. അപ്പോൾ മോൻ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഞാൻ അതത്ര എൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് അവിടെയല്ല. പ്രൈമറി ഇൻട്രസ്റ്റ് എനിക്ക് റൈറ്റിംഗ്, അതും പിന്നെ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് നേരത്തെ ഇൻസെൻ്റായിട്ട് പറഞ്ഞതുപോലെ അമ്പിളിയമ്മാവാത്ത നമ്മൾ കുമ്പിളെന്തെങ്കിലും ഉണ്ടോ വല്ല ചിക്കനോ അതൊക്കെ ഉണ്ടോ അതുപോലെ ഇത് ഭക്ഷണം അല്ലെങ്കിൽ അടുക്കള തീ പകരാനും പടരാനുമുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതാണ് സത്യം. അനുവേട്ട പറഞ്ഞതുപോലെ ഇപ്പൊ ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ പല ആക്ടേഴ്സും ഭയങ്കരമായിട്ട് പാഷനാണ്, ഇതാണ് പറയുമെങ്കിൽ വാസ്തവത്തിൽ എനിക്ക് എന്നുള്ളത് കരുതുന്നവരും ഉണ്ട്. പക്ഷെ അത് പറയുമ്പോൾ സർ പാഷൻ മാത്രമാണെങ്കിൽ പൈസ കുറച്ച് അഭിനയിച്ചു അതാണ്
അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു പറയാവുന്നല്ലോ. ഒന്നുമല്ല, ഇത് ആക്ടർ എന്ന രീതിയിൽ ആക്ടറിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഓഫ്കോഴ്സ് ഒരു സംവിധായകനും ഇത്തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കിട്ടില്ല. ആൾക്കാർ തിരിച്ചറിയില്ല, വളരെ കുറവാണ്. പൈസ കൊടുക്കുന്നത് ഇപ്പോഴാണ് കുറച്ച് മേബി 2010 ശേഷമാണ് തിരക്കഥാകൃതകളും നല്ല പൈസ കിട്ടിത്തുടങ്ങിയത്. അതിന് മുന്നത്തെ ആൾക്കാരെ നോക്കി വളരെ പിറ്റിഫുൾ എക്സിസ്റ്റൻസ് ആണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. പ്രഗത്ഭർക്ക് അവരുടെ അന്ത്യമൊക്കെ വളരെ ഈവൻ മെഡിക്കൽ ബിൽസ് കൊടുക്കാനില്ലാതെ പോയി ആയിരുന്നു. ആ നോബിൽ എന്തുമാത്രം പൈസ വെച്ചിട്ടാണ് എണ്ണി തീർന്നിട്ടില്ല. അനുപേട്ട സിനിമകളുടെ ഒരു ഏറ്റവും പ്രത്യേകിച്ച് പാട്ടുകൾ ഭയങ്കര രസമുള്ള പാട്ടാണ്. അപ്പൊ അത് പാടി നടക്കാൻ നല്ല ഓർക്കുമ്പോൾ വരികൾ കേട്ട് നല്ല വലിയ പാട്ടാണ്. അപ്പം എന്റെ സിനിമകളിലെ പാട്ട് എപ്പോഴും എല്ലാത്തിനും കൈ ഉണ്ടാകണം, അല്ലെങ്കിൽ അടുത്ത എന്റെ ഇതുണ്ടാകണം എന്നൊരു ഇതുണ്ടാകുന്നുണ്ടോ? എന്റെ എല്ലാ സിനിമകളും അത് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ പാട്ടുകൾ എനിക്കറിയില്ല, ഈ പാട്ടുകൾ അത് ഒരുപാടുണ്ടോന്നും എനിക്കറിയില്ല. ചില സിനിമകൾ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാട്ടുകൾ നല്ലതാവണം. പ്രത്യേകിച്ച് ഞാൻ എഴുതുന്ന സിനിമകളിലെയും ഡയറക്ട് ചെയ്യുന്ന സിനിമകളിലെയും ഉറപ്പായിട്ടും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഗീതം എന്ന് പറയുന്നത്. ലോബി പഠിച്ചിട്ടുള്ള അത്ര ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ സംഗീതത്തിൽ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയും. ആ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് നിങ്ങളൊക്കെ മിണ്ടായിരുന്നു മക്കളെ, നിങ്ങളൊക്കെ ജേർണലിസ്റ്റുകൾ എന്തെങ്കിലും പറയണ. വീഡിയോ എടുക്കുന്ന ജോബിചേട്ടനും തമിഴ്ചേട്ടനും സ്റ്റാർമാജിക്കില് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരെയും ഇഷ്ടമായിരുന്നു. അതില് നിങ്ങളൊരു കോമ്പിനേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് രണ്ടുപേരും പറയുന്ന കൗണ്ടേഴ്സ് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും പിന്നെ ഒന്നിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ ഒരു പരിപാടിയാണല്ലോ സെറ്റിൽ, പിന്നെ അതായത് ഷൂട്ടിന് ഒന്നിക്കുന്ന ഒരു പരിപാടി. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ സ്റ്റേജിലായാലും മീഡിയയിലും ഞങ്ങൾ ഒരുമിച്ചിട്ട് ഈ സിനിമയിലും അതുകൊണ്ട് തങ്കത്തിന് എപ്പോഴും കണ്ടാലും പഴയ എന്നുള്ളതാണ് തോന്നുന്നത്. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ആദ്യം കുറേ തമാശകൾ കാണും, അതിൽ കുറേ തമാശയാണ്. അത് ചിരിക്കുകയാണ് എന്റെ ജോലി. ഞാൻ വരുമ്പോ സച്ചിയിൽ കുറെ തമാശ കൊണ്ടുവരും. സിനിമയിൽ എത്രത്തോളം നിങ്ങൾ രണ്ടുപേരുള്ള കോമഡീസ് നമുക്ക് പ്രതീക്ഷിക്കണം? അത് എത്രത്തോളം പ്രതീക്ഷിക്കാം? ഒരു കടുക് മണി കൊണ്ട് അത് രണ്ടർത്ഥം അടുക്ക് ചിലപ്പോൾ ത്രില്ലർ പടമല്ലേ, കോമഡി ആക്കാൻ. അതെ, കോമഡി ഉണ്ടെന്ന് പറഞ്ഞു കാരണം എല്ലാം വായിക്കാണ്. അല്ലെ ഈ പാട്ട് രണ്ടുപേര് പാടാൻ വേണ്ടി അനൂപ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാനൊരു പാട്ടിൻ്റെ രംഗം കണ്ടാണ് എനിക്ക് കൂടുതലും അനൂപ് സാറിൻ്റെ അടുത്തുള്ളൊരു ഇഷ്ടം തോന്നിയത്. അതെപ്പോഴും ഞാൻ പാടിക്കൊണ്ട് നടക്കുന്ന പാടാണ്. ആദ്യമായും ചന്ദ്രലേഖേ നോവറിഞ്ഞും നീമെരിഞ്ഞും നെഞ്ചിലേതോ എന്തിനീ സാന്തമാനം പാതിമായും ചന്ദ്രലേഖേ എവിടെ രണ്ടുപേരും പാടുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ വരാം, വരിയിലും ടൂണിലൊക്കെ. എന്നാലും ആ പാട്ടിൻ്റെ ഇഷ്ടം ആണ് കൂടുതലും. സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് വരെ ആഗ്രഹിച്ചത്, അതുകൂടെ സാധിച്ചു. പിന്നെ നോബി ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചാൽ നോബി ഏറ്റവും കൂടുതൽ സംഗീതം പഠിച്ചിട്ടുണ്ട്. കൂടുതൽ നോബി പാടുന്നത് 6ാം നമ്പറിലെ സോങ്ങാണ്. അതിൽ ആ സോങ്ങിന്റെ നീട്ടൊക്കെ എടുത്തിട്ട് നോബി എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയി അല്ല എടുത്തു വെച്ചിട്ട് വീട്ടിൽ പോയി വന്നാലും ആ നീട്ട് അങ്ങനെ അല്ല ഈ പാട്ട് ഇവിടെ വെച്ച് പാടാൻ സാധിച്ചു. അല്ല തെറ്റൊന്നുമല്ല. അത്
ഇത് ഭയങ്കര പുതുതാണ്. കാരണം എല്ലാവരും എൻ്റെ സിനിമകളിലെ പാട്ടെന്ന് പറയുമ്പോൾ ഒന്നുകിൽ മഴത്തുള്ളികൾ പറയും, അല്ലെങ്കിൽ കിളികൾ പറഞ്ഞു പറയും, എൻ്റെ രാമണിൽ പറയും. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ ഈ പാട്ടിനെ കുറിച്ച്, അത് ആക്ച്വലി ഈ പാട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ചക്രം എന്ന് പറയുന്ന ലാലേട്ടനും ദിലീപേട്ടനും കൂടെ ചെയ്യേണ്ട പടത്തിന് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രന്മാർ സംവിധാനം ചെയ്ത പാട്ടാണ്. അത് ഞങ്ങൾ വാങ്ങിക്കായിരുന്നു ഈ പാട്ടിന് വേണ്ടി. അതിന്റെ രസത്തിൽ അത് ആ പാട്ട് നമ്മുടെ പല സിനിമ ആ പടത്തിന് നമുക്ക് ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പാട്ട് പ്രത്യേകിച്ചും മാഷിന്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് ഒരു 6 മണിക്കൂർ. 6 മണിക്കൂറിലാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തത്. മിനിമം 3 ദിവസം നമുക്കുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാറ്. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നും. പക്ഷെ നമ്മൾ 6 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി, ആ സിനിമയുടെ സാമ്പത്തിക സ്ഥിതികളാണ്. 6 മണിക്കൂറിലാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ പടത്തിൽ 6 മണിക്കൂറിൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രോഹനും അനക്കയുള്ള ഒരു പാട്ട് നമ്മൾ 6 മണിക്കൂറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പാട്ട് താഴ്ച അല്ലേ? ഒക്കെയാണ് ഒരു രസം. അനുപേട്ട, ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഒരു വർക്കിംഗ് അവേഴ്സ് ഒന്നും ഇല്ലാത്തത് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സിനിമ തീർക്കാന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് തീർക്കാന്നുള്ളതാണ്. അപ്പം വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ കൃത്യമില്ല. 19 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തു. അപ്പം സർക്കാർ അത് ഇടപെട്ട് ഇപ്പം 4 മുതൽ 12 മണിക്കൂർ ആണ് ഒരു നോർമൽ വർക്കിംഗ് ടൈം അവേഴ്സ് പോലെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അനുപേട്ട ഡയറക്ടർ പ്രൊഡ്യൂസർ ആണ്. അപ്പം ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നത്? ഇങ്ങനെ ഒരു വർക്കിംഗ് അവേഴ്സ് 12 മണിക്കൂർ മാത്രം എന്നുള്ള പോകും. അല്ല, ഇതിനെ 2 തരത്തിലാണ് കാണുന്നത്. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം 12 hours എന്ന് പറയുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മാതിരി പ്ലാനിങ് നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകും. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ സിനിമകൾ പലപ്പോഴും സെറ്റിൽ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷെ എൻ്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നത് ലോഡ്ജ് ഷൂട്ട് ചെയ്തത് 21 ദിവസം, ബ്യൂട്ടിഫുൾ ഷൂട്ട് ചെയ്തത് 19 ദിവസം, പത്മ ഷൂട്ട് ചെയ്തത് 12 ദിവസമാണ്. സിൻഡ്രല്ല എന്ന് പറഞ്ഞ സിനിമ അത് 9 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കത് ഒരു ജഡ്ജ്മെന്റിലായിട്ടോ ഒരു കാറ്റഗോറിക്കലായിട്ടോ പറയാൻ അറിയില്ല. കാരണം അങ്ങനെ എന്റെ സിനിമകളൊന്നും 24 മണിക്കൂർ ഷൂട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവർക്കറിയാം എപ്പോ എല്ലാവരും അനുപേട്ട എന്തിനു വേണം എന്ന് പറയുന്ന ഒരു, പക്ഷെ നമ്മുടെ സിനിമകളൊക്കെ 10 ദിവസം 15 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു വലിയ മേനിയായിട്ട് പറയുന്നതല്ല. നമുക്ക് അത്ര ഇപ്പം പത്മ എന്ന പടത്തിൽ എനിക്ക് തോന്നുന്നു 40 സീനാണ് മൊത്തം, 2 മണിക്കൂറാണ്, 8 പാട്ടുണ്ട് സിനിമയിൽ അല്ലേ, 7 സോങ്സ്, 7. 12 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. പത്മ അത് മതിയോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് സാമ്പത്തിക ഭദ്രത എത്രയുള്ളൂ? ഇതെല്ലാം സാമ്പത്തിക ഭദ്രത അനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്താണ് ഒരു എക്സൽ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു കരൺ ജോഹർ പ്രൊഡക്ഷൻസോ യഷ്ടാസ് ഫിലിംസോ ഒക്കെ വരുമ്പോൾ 12 മണിക്കൂറൊക്കെ ജോലി ചെയ്താലും നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് സന്തോഷമുള്ള കാര്യം. 12 മണിക്കൂർ ജോലി ചെയ്താൽ പറയും. അല്ല, ഇപ്പൊ ആ ടൈമിങ്ങിൽ പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ 16 ദിവസം ആദ്യത്തെ 4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രമുഖ നടന്മാരെയാണ് അത് പ്രത്യേക കോട്ട് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ സെറ്റിലൊക്കെ ഈ നടന്മാർ മൂലമാണ് ഇങ്ങനെ ലേറ്റ് ആവാറ്. എന്റെ സെറ്റിലൊന്നും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. നടന്മാര് വരാതെ വെയിറ്റ് ചെയ്ത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതൊക്കെ. പക്ഷെ എന്റെ സിനിമകളിലൊന്നും തന്നെ അത് വലിയ ആക്ടേഴ്സിന്റെ, ഞാൻ മമ്മൂട്ടിയോടും ലാലേട്ടനോടും സുരേഷേട്ടനോടും ഒക്കെ വർക്ക് ചെയ്തിരുന്നത്, അവരൊന്നും നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ വന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലേറ്റായി വരുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഓർമ്മയിലില്ല, എന്റെ സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടാവാം. അനുപേട്ട, കഴിഞ്ഞ ദിവസം വി ഉണ്ണികൃഷ്ണൻ സാർ പ്രസിഡന്റ് അടുത്തിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് അല്ലെങ്കിൽ ഒരു ആക്ടറിന് കൊടുക്കുന്ന എഗ്രിമെന്റിനകത്തുള്ളത് തന്നെയാണ് പ്രൊമോഷൻ എന്നുള്ളത്, അവർ സഹകരിക്കുക എന്നുള്ളത്. അതുകൂടെ കരുതിയിലായിരിക്കും ആ റെമ്യൂണറേഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ പല ആക്ടേഴ്സും വലിയ ആക്ടേഴ്സ് ആയാലും അവർ പ്രൊമോഷൻ സമയത്ത് സഹകരിക്കുന്നില്ലെന്നും അതിനാൽ പ്രൊഡ്യൂസേഴ്സിന് ലക്ഷങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആസ് എ പ്രൊഡ്യൂസർ കൂടി അപ്പോൾ ഇങ്ങനത്തെ ഒരു കോർപ്പറേഷൻ ആക്ടേഴ്സിന്റെ ഭാഗത്ത് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ലല്ലോ. അതെ, ഇതിന് പല അടവുകളുണ്ട്. കാരണം വെച്ചാൽ ഇതിന്റെ ലെയറിംഗ് എന്ന് പറയുന്നത് എന്താണ് പ്രൊമോഷൻ?
ഒരു 7 പേര് വട്ടം കൂടി ഇരുന്ന് ഒരു വലിയ ചാനലിന് കൊടുക്കുന്നതാണോ ശരിക്കും ഒരു സിനിമയുടെ പ്രൊമോട്ടിംഗ് ഒരു പാരഡൈം എന്നാണ്? അതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനൊരു ഉത്തരവുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമകൾക്കും ആദ്യ ദിവസം ഫുൾ ആൾ വരണമല്ലോ ഈ പ്രൊമോട്ട് ചെയ്ത പോലെ. പല ഓൺലൈനിലും പ്രഗത്ഭരായ ഓൺലൈൻ ഇന്റർവ്യൂകളിൽ പ്രഗത്ഭരായ പല നടന്മാരുടെ സിനിമകൾ ആദ്യ ദിവസം വരണമല്ലോ. അപ്പം അതല്ല, അതുകൊണ്ട് ഒരു സിനിമ ആ പ്രൊമോഷൻ കൊണ്ട് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊമോഷൻ കൊണ്ട് അതിനേക്കാൾ ഏറെ ഒരു സിനിമ വർക്കാവുന്ന അതിന്റെ വർത്ത് കൊണ്ടാണ്. എനിക്ക് പേഴ്സണലി ഐ ബിലീവ് പ്രൊമോഷൻ ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഫിലിംസ് റിലീസ്. അന്ന് വൈകുന്നേരം അത് തുടങ്ങും. മറ്റതെല്ലാവരും അറിയും ഈ പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് എല്ലാവരും വിളിച്ചിട്ട് നിങ്ങളുടെ സമയം മെനക്കെടുക്കുന്ന കാര്യമല്ല, അവരുടെ സമയം. അതുപോലെ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് കുറെ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ട് ഒരു പടം വന്ന് കാണും. പടം ട്രെയിലർ കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തീരുമാനിക്കുന്നത് ആ പടം കാണാം എന്ന് തോന്നുന്നു. അപ്പൊ ആ ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് വർത്താനം പറയുമ്പോൾ ഓൺലൈൻ കണ്ടന്റ് കിട്ടും, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ കണ്ടന്റ് കിട്ടും. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇതിപ്പോ തനിനിറം എന്ന് പറയുന്ന പടത്തിന്റെ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ എന്താണായത്? എന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും പഴയ സിനിമകളും ലാലേട്ട സിനിമയും ജോത്സാ അങ്ങനെ കുറെ സിനിമകളുടെ കാര്യമാണ് വന്നത്. തനിനിറം മറന്നുപോയി. അപ്പൊ ഇതാണോ ശരിക്കുള്ള പ്രൊമോഷൻ? ഇറ്റ് ഇസ് നോട്ട്. ഒരു ട്രെയിലർ ഇറങ്ങി ആ ട്രെയിലറിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ പഴയ പരമ്പരാഗതമായ രീതി ഓഡിയൻസും പോസ്റ്റേഴ്സും നടന്നിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ സംഭവത്തിൽ പലരും പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അല്ല, പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ്. 1000 പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മതിലുകളിൽ ഒട്ടിക്കപ്പെടുന്നത് 200 പോസ്റ്റേഴ്സാണ് മാക്സിമം. അതുമില്ല, എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ കെട്ടിക്കിടക്കും. സോ ആ പ്രൊമോഷനും കൂടെ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് അടരുകളുള്ള ഒരു കാര്യമാണ്. ഓഫ്കോഴ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ആദ്യത്തെ അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ പ്രൊമോഷൻ വരണം എന്നായിരിക്കില്ല റിലീസ് വരുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ സിനിമയുടെ വർത്തിൽ ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ മാർക്കറ്റിംഗിലേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഉണ്ടാകുന്ന സിനിമകൾക്കെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട്. ഈ ടൈമിൽ വേറെ ഷൂട്ടിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡ്യൂസർ ഉണ്ടോ? അത് മറ്റൊരു പ്രൊഡ്യൂസർ അല്ലേ, അയാളുടെ ലക്ഷങ്ങൾ മുടങ്ങി ചെയ്യുന്നതല്ലേ. നമുക്ക് അത് ഒരുപാട് മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും ഇതിന്. There is no hard and fast route to this. നമ്മളിപ്പോ അനുപേട്ട ലാസ്റ്റ് ചെയ്ത അത് പ്രേക്ഷകര് ഭയങ്കരമായിട്ട് റിവ്യൂ പറഞ്ഞ് ഹിറ്റാക്കിയ ഒരു പടമാണ്, ഗംഭീരമായ സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയിലെ എല്ലാവിധ റൈറ്റിംഗ് എല്ലാ മേഖലയും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിന് അപ്പൊ ഈ സിനിമ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ത്രിൽ കണ്ടന്റ് ഉണ്ടോ, അതോ ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ല, ഇതിന്റെ കാര്യം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക കൊളോസൽ ഷിഫ്റ്റാണ് അവർക്കുണ്ടായിട്ടുള്ളത്. കാരണം ഇവര് ഇംഗ്ലീഷിലെ എന്നല്ല സ്പാനിഷും എല്ലാ ലാംഗ്വേജിലെയും ത്രില്ലേഴ്സ് കണ്ട് ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സ് ആണല്ലോ OTT ഇതിൽ വരുന്ന സാധനം. സോ ദേ നോ അവരുടെ മേക്കിംഗ് പോയി. ഇപ്പൊ ഒരു സീരീസ് നമ്മളിപ്പോഴത്തെ അടുത്ത കാലത്ത് ഞാൻ ഒരു സീരീസ് ഹിസ് ആൻഡ് ഹേഴ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് അതിഗംഭീരം. അതിന് ഓരോ എപ്പിസോഡും അവർ കൊണ്ട് നിർത്തുന്ന സ്പേസ്. ഇതൊക്കെ നമ്മൾ ഓരോ സീൻ കൊണ്ട് നിർത്താൻ നമ്മുടെ ത്രില്ലർ സിനിമകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന സാധനങ്ങൾ. അപ്പം ഓഡിയൻസിന് ഒരു തരത്തിൽ നമുക്കിതിനെ എന്താ പറയാ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ ഇപ്പൊ സാധിക്കുന്നില്ല. ഓക്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എബോ ആവറേജ് എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാനേ പറ്റും. ആ കൈൻഡ് ഓഫ് മേക്കിങ്ങിൽ ആ കൈൻഡ് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലുമാണ് ഇന്ന് നമ്മുടെ ഓഡിയൻസ് നിൽക്കുന്നത്. അത്രമാത്രം അവർ കാണുന്നുണ്ട്.
നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെയുള്ള സീരീസ് എന്ന് പറയുന്നത് അത് യൂറോപ്യൻ ആയിക്കോട്ടെ, കൊറിയൻ ആയിക്കോട്ടെ, അമേരിക്കൻ ആയിക്കോട്ടെ, എല്ലാം നമ്മളെക്കാളും വളരെ ഹൈ ടോപ്പ് നോച്ച് തോട്ടുകളിൽ നിന്നുണ്ടാവുന്നു. ആസ് യു സെഡ്, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ തിരഞ്ഞെടുക്കും? നമ്മളുടെ ടേബിളിൽ വരുന്നതിൽ ഏത് ബെറ്റർ എന്നുള്ളത് തിരഞ്ഞെടുക്കാനേ പറ്റും. പിന്നെ ആസ് എ സെഡ് ഏർലിയർ, നമ്മൾ ആ സമയത്ത് ഈ കൺസെപ്ഷൻ സ്റ്റേജിൽ കണ്ടൊരു സിനിമയായിരിക്കില്ല പിന്നീട് വരുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ വളരെ നന്നാവാം, ചിലപ്പോൾ വളരെ മോശമാവും, ചിലപ്പോൾ ആവറേജ് ലെവലിൽ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് നിരായുധരം. ആസ് ആക്ടേഴ്സ് നമ്മൾ ഹെൽപ്ലെസ്. അതിനോട്ട് അതേപോലെ ഇപ്പം ഒരു 1-2 പടങ്ങൾ വിജയിക്കുന്നതിന് അവരുടെ റെമ്യൂണറേഷൻ സാധാരണ ഭയങ്കര ഭീമമായ തുക ഇപ്പോൾ നിലവിലെ ആൾക്കാർ പറയുന്നു പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ തന്നെ ഈ അടുത്ത കാലത്താണ് കോടികൾ മേടിക്കാൻ തുടങ്ങിയ പ്രൊഡ്യൂസേഴ്സും പറയുന്നുണ്ട്. അപ്പം ഇപ്പം വരുന്ന പുതിയ ജനറേഷൻ ആൾക്കാർ 1-2 പടം ഹിറ്റാകുമ്പോൾ തന്നെ ഭീമമായ തുക ആവശ്യപ്പെടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ, ഒരു പലചരക്ക് കടയിൽ പോകുമ്പോൾ, അവിടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ കിട്ടും, വെണ്ടയ്ക്ക, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു വഴുതനയ്ക്ക, ഒരു പാവയ്ക്ക. പാവയ്ക്കയ്ക്ക് ഭയങ്കര വിലയാണ്. പാവയ്ക്കയ്ക്ക് 100 രൂപ, വഴുതനയ്ക്ക് 20 രൂപ. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് വഴുതനയ്ക്ക് എടുക്കാൻ. നിങ്ങൾ 100 രൂപയുടെ എടുക്കുന്നുണ്ടെങ്കിൽ ആ പാവയ്ക്കയ്ക്ക് ആ വർത്തമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ. കൊടുക്കണ്ടേ? കൊടുക്കാതിരുന്നൂടെ? ഇപ്പുറത്തുണ്ടല്ലോ 20 രൂപ. എടുക്കുന്നുണ്ടോ? ഇല്ല. എന്താ? ആ 100 രൂപ എടുത്താൽ ചിലപ്പോൾ 150 ആയേക്കാം. അപ്പുറത്തെ കടയിൽ കൊണ്ട് വിറ്റാൽ 150 ആയേക്കാം എന്നുള്ള തോട്ടമാണ്. അല്ലെങ്കിൽ കൊടുക്കണ്ട. ആരും അവരുടെ വീട്ടിൽ പോയിട്ട് എടാ എനിക്ക് 10 കോടി തരാം എന്ന് പറയുന്നില്ലല്ലോ. അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. മാറ്റണമെങ്കിൽ ഇത് വേണ്ടെന്ന് പറയും. നീ പാവയ്ക്ക് എടുക്കുമോ? ആദ്യം അത് എടുക്കാൻ വഴി. എന്തുകൊണ്ട് ഫെബ്രുവരി 13? നീ സിനിമയിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്നൊരു ഇന്റർവ്യൂ ചെയ്യാനൊന്നുമല്ല വന്നത്. ഏതെങ്കിലും ഒരു ഡയറക്ടറോ ആരെങ്കിലും ഒരു സിനിമയില് അതല്ലേ? ഞാൻ എല്ലാ പ്രസ് മീറ്റിലും ഞാൻ വരില്ല. അതിന്റെ ആത്യന്തികമായ മോഹം എന്താണ്? സിനിമയിൽ എന്താ ചോദ്യം? ഫെബ്രുവരി 13 എന്തുകൊണ്ട് റിലീസ്? ഫെബ്രുവരി 13 വലിയ വലിയ മറ്റു റിലീസുകൾ ഇല്ലാത്ത വലിയ അല്ല, 14 ഒരു പ്രത്യേകത ഉണ്ട്. വാലന്റൈൻസ് ഡേ ഒക്കെ അതെ, വാലന്റൈൻസ് ഡേക്ക് ഒരു ത്രില്ലർ പടമല്ല. തലേദിവസം റിലീസ്, ഈ നാളെ പ്രൊഡ്യൂസ്. എന്തായാലും എല്ലാരും കാണുമ്പോ അല്ല, സിംഗിൾസ് എല്ലാവരും കാണും. അതാ നീ ആ ഫോണിലത് ഇത്രമാത്രം വീഡിയോ ഒന്നുമില്ല. അതോ നീ സ്വയം സെൽഫി തന്നെ കണ്ട് ശരി. അടുത്തത് ഞങ്ങളിത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നോബി എവിടെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ജേർണലിസ്റ്റ് അസോസിയേഷൻ തൊഴിലാക്കും. ആ ചോദിക്കും നീ തന്നെ കോവിഡിന് ശേഷം മലയാളി പ്രശ്നം ഒരുപാട് മാറിയിട്ടുണ്ട്. അനുവേട്ടൻ ആക്ച്വലി ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോ നോർമൽ ഓഡിയൻസ് അല്ലേ നമ്മൾ മലയാളികൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ പലർക്കും അറിയാത്ത കുറെ നിയമവശങ്ങളെ പറ്റി അനുവേട്ടൻ അറിയാലോ. അപ്പൊ ആ നിയമങ്ങൾ വെച്ച് ഒരു നല്ല കഥയും കഥാപാത്രങ്ങളും സൃഷ്ടിച്ച് നല്ലൊരു കിടിലൻ സിനിമ, മലയാള പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ സിനിമ അനുവേട്ട ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്റെ ചോദ്യം. വേണ്ടി പറഞ്ഞേക്കും. ഇതിനിടയ്ക്ക് ഇങ്ങനെ അനുവേട്ട പോസ്റ്റ് ചെയ്തൊരു പിക്ചർ ഞാൻ കണ്ടായിരുന്നു അഡ്വക്കേറ്റിന്റെ. അപ്പൊ അത് കണ്ടപ്പോ അങ്ങോട്ടേക്ക് പിക്ചർ പോസ്റ്റ് ചെയ്യുമ്പോ ഇതൊക്കെ പിക്ചർ പോസ്റ്റ് ചെയ്യുന്ന എന്റെ അഡ്മിൻസ് ആണ് ബാക്കിയിരിക്കുന്ന കക്ഷികൾ. അപ്പം ഇവര് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതെങ്കിലും കണ്ടിട്ട് എനിക്കൊരു വക്കീൽ വേഷം ഏതെങ്കിലും
അപ്പൊ എന്ത് ചെയ്യുന്നത് വരും ആരെന്നറിയാമോ, വീണ്ടും പുതുമുഖങ്ങൾ വരും. അവരാണ് കൂടുതൽ വരാറ്. ഈ 100 സിനിമ റിലീസിൽ എനിക്ക് തോന്നുന്നു ഒരു 5 or 6 ഉള്ളൂ മെയിൻ ഡയറക്ടേഴ്സിന്റെ കൂടെ ഞാൻ അഭിനയിച്ചത്. ബാക്കി 95% ആണല്ലേ? അതെ കറക്റ്റ്. റൈറ്റ്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അവന്റെ ചിരി ഉണ്ടോ? ഇവന്റെ തനി നിറം നമ്മളിതിൽ വെളിവാണ്. ഈ നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിലെ കരാളമായ ഹൃദയം. അവന് എത്ര അവൻ ബേസിക്കലി ഭയങ്കര രസനായിട്ടുള്ളതാണ്. അവൻ വളരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കോസ്റ്റാർസിൽ ഒരാളാണ് നോബി. ഞാൻ കാലിഫോർണിയക്ക് ഇവനെ ഓടിച്ച് ഹൃദയാഘാതം സംഭവിച്ചുകൊണ്ട് മാത്രമല്ല, അന്ന് അവനുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഒരുപാട് ദിവസം നോബിന്റെ പുറകിൽ വരും, ഞങ്ങൾ സംസാരിച്ച് കുറേ രാത്രി ഒരുപാട് നേരം ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനെയാണ് ആൾക്കാർ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത്തരം അന്ന് എന്താണോ അത് തന്നെയാണ് അയാൾ ഇപ്പോഴും. ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് മുതൽ നമുക്ക് അണ്ണ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട, നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു സിനിമയുടെ അണ്ണനെയാണ്. നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം, നമുക്ക് എപ്പോഴും പോയി കാണാം, എന്താവശ്യം പറഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ്. ഞാനിന്നും ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് ഒരു കമന്റ് വന്നു. പിന്നെ ആരുടെ സിനിമയുടെ അടുത്ത് ഒരു കമന്റ് ഞാൻ വിഷമിച്ച്, ഞാൻ ദൈവമേ കാര്യം നമ്മൾ ഇത്രയും വർഷം ഉറപ്പാടി മെമ്മറി കളിച്ചാൽ ഒരു സിനിമയിലെ അവസരം കിട്ടാം, വലിയൊരു സംഭവമാണ്. അപ്പോൾ കാര്യം ഞാൻ അങ്ങനെ വിളിച്ചു, എന്നാൽ എനിക്ക് ഇതുപോലൊരു സംഭവം നല്ല പ്രശ്നം ഉണ്ടാവുന്നത് എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു, ഭയങ്കര വർഷമായി വരും. അപ്പൊ അണ്ണനക്ക് തോന്നുന്ന ഡയലോഗ്, നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടി എന്നൊക്കെ വന്നോളൂ. സത്യമാണോ? ഞാൻ പിന്നെ ഇപ്പൊ നോക്കാം, ദൈവത്തെ കുറച്ച് വർക്ക് കിട്ടി, അത് സന്തോഷം. കാര്യം അതിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഈ പ്രസ് മീറ്റിങ്ങില് നിങ്ങളുടെ മുമ്പേ ഇരിക്കാൻ പറ്റുന്ന കാരണം ഇല്ല, വായിച്ചാലും പ്രശ്നം. സൈബർ അറ്റാക്ക് വരുന്നു. ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിഗ് ബോസിലേക്ക് എനിക്ക് സൈബർ അറ്റാക്ക് സഹിക്കാൻ പറ്റും, നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് ഫോൺ ഓഫ് ചെയ്ത് ഞാൻ ഇത് കേൾക്കുന്നതേ ഉള്ളൂ, ഒരു ഗുണമൊന്നുമില്ല, ഒരു ഗുണമില്ല. സീരിയസ്ലി, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദോസ് കമന്റിങ് പീപ്പിൾ, ഒരു ഗുണമില്ല. ഇത് നമ്മൾ കേൾക്കാറില്ല, കാണാറുമില്ല. കാരണം അവരെയും പലരെയും, എല്ലാവരെയും ഞാൻ പറഞ്ഞത്, അവരുടെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രസ്ട്രേറ്റഡ് സ്റ്റേജിൽ നിന്നാണ് അവരിത് പറയുന്നത്. അവര് ഈ പറയുന്ന ഒരാൾ ഇപ്പൊ ലോബി ഒരു പുതിയ കാർ വാങ്ങിച്ചത് വഴി പോകുമ്പോൾ അത് കാണുന്നവന് ഉണ്ടാകുന്ന ആ സമയത്തുള്ളത് മാത്രമാണ്. അല്ല നോബിയോട് പേഴ്സണലി ഒരു വിരോധവും അയാൾക്കില്ല. നാളെ നോബി വിളിച്ച് ചക്കരെ ഭാഗം ഒരു മുത്തം കൊടുത്താവോ എന്റെ പൊന്നു നോവിച്ചാൽ വരും. ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ഞാൻ എയർപോർട്ടിൽ ഒരാൾ സൈഡിൽ ഭയങ്കര ജീവിക്കണം. അപ്പൊ ഞാൻ ചെന്തോ കോമഡി കണ്ടു, ഇല്ല ഞാൻ കമന്റ് വെച്ചിരിക്കണം. ഭയങ്കര രസമായിട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഇതുകൊണ്ട് അതില് അഭിനയിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കമന്റുകൾ വായിക്കാം, വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലതായാലും ചീത്തയായാലും ഇതൊക്കെ നമുക്കറിയാലോ. നമ്മൾ എത്രമാത്രം ലിമിറ്റഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഇല്ലായിരുന്നു. എന്തിന് മറ്റുള്ളവരുടെ വായിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ജസ്റ്റ് ഇഗ്നോർ. അനുവേട്ടനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ താരജാളില്ലാത്തൊരു സാധാ ഒരു മനുഷ്യനാണ് അനുവേട്ടൻ എന്ന് പറയാം. അങ്ങനെ അല്ലല്ലോ എല്ലാവരും പറയാം. അപ്പൊ അനുവേട്ടൻ അത്രയുള്ള ആൾക്കാരൊക്കെ ഒരുവിധ സ്റ്റാർട്ട് പിടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ചാടൊക്കെ കാണിക്കാറുണ്ട്. സ്റ്റാർ ആണെങ്കിലേ ചാട കാണിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ടായിരിക്കും. അല്ല, അനുവേട്ടൻ ചാടൊക്കെ കാണിച്ചൂടെ? എങ്ങനെ നീ അതൊന്ന് പറഞ്ഞു തന്നാൽ അനുസരിച്ച് ചെയ്യണം. അല്ല, യൂഷ്വലി എങ്ങനെയാണ് താരജാലയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നീ പറയണം. നീ ഇത്രയും ആൾക്കാരെ കാണുന്നല്ലേ, നീ ആൾക്കാരുടെ പേരെടുത്ത് പറയണം. ഒരാളുടെ പേര് നല്ല താരജാലയുള്ള ഒരു ആക്ടറുടെ പേര് നിങ്ങളെ പറയണം.
വേണ്ടേ വിട്ടാ നിർത്തിയാ ശരി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. അനുവേട്ടൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ലാലേട്ടനും അമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 200 രൂപയായിരുന്നു കിട്ടിയിരുന്നെന്ന് പറയും. അപ്പം ഇപ്പോഴത്തെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇന്റർവ്യൂ സ്റ്റൈൽസുകൾ, ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കേഴ്സിൻ്റെ അപ്പം ഒരു ആങ്കർ, ഫോർമർ ആങ്കർ എന്ന ലെവലിൽ എങ്ങനെ നോക്കുന്നത്? അതായത് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാൻ പറ്റും? എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഇതായിരിക്കണം, പാറ്റേൺ പിടിക്കേണ്ടത് എന്നുള്ള ഒരു ടിപ്പ് എന്തായാലും കൊടുക്കുക? ഇതിനകത്ത് ഞാനങ്ങനെ ഒരു ടിപ്പും ആർക്കും കൊടുക്കാൻ അർഹനല്ല. കാരണം വെച്ചാൽ ഞാൻ ആ സമയത്ത് ഈ പറയുന്ന ഒരു ആങ്കർ ആയിരുന്ന ടൈം എന്ന് പറയുന്നത് ജേർണലിസം തന്നെ വേറെ തരം ആയിരുന്ന ടൈമാണ്. ഇപ്പൊ ഇത് കുറച്ചുകൂടെ എന്റർടൈനിങ് ആയി. അന്നത്തെ എൻ്റെ ശുഭദിനം ഇതിന്റെ രാവിലത്തെ ആങ്കർ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ. കാരണം ഇത് കംപ്ലീറ്റ് എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് സാഹിത്യം പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പൊ അതില്ലല്ലോ. നമ്മുടെ ഭാഷ തന്നെ ഒരു 2010 ഭാഷ 2001 ഞാൻ ആ ടൈമിലാണ് ലിറിക്കലാണ് അത് ബേസ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത്. OMB-യിലും വിജയനിലും MT-യിലും അങ്ങനത്തെ ഒരു ഭാഷയായിരുന്നു. ഇന്ന് ആ ഭാഷ എന്ന് പറയുന്നത് ക്രിഞ്ചായിരുന്നു അല്ലേ? ഇന്ന് വളരെ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ. അത് തെറ്റേ അല്ല, അത് മാറും. ഇത് എല്ലായിടത്തും മാറിയിട്ടുണ്ട്. ഇപ്പോ 1920s വദറിംഗ് ഹൈറ്റ്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ എഴുതുന്ന പോലെ അല്ലല്ലോ ഇന്നൊരു ഒരു ഓർഫൻ പാമുക്കോ അങ്ങനത്തെ ഒരു പുതിയ റൈറ്റർ എഴുതുന്നത്. അവിടെ ഞാൻ പറയുന്നത് എല്ലായിടത്തും ഇന്നത്തെ അപ്പൊ ഒരു സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന പോലെ അല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടൊക്കെയുള്ള നോവലുകളിൽ ഞങ്ങൾ ഇന്നലെ ഞാൻ അച്ഛനമ്മയെ കൊണ്ട് തസ്രാക്ക് പോയി. ഖസാക്കിന്റെ ഇതിഹാസം അവിടെയാണ് തസ്രാക്ക് എന്ന സ്ഥലത്താണ് വിജയൻ എഴുതുന്നത്. അപ്പം ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു, വെയിലിന്റെ സ്ഫടികമാനങ്ങളിലേക്ക് ടെറാഡക്ടൈലുകളെ പോലെ പറന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപ്പുവച്ചന്റെ എപ്പിസോഡൊക്കെ ഇന്നൊരിക്കലും ഒരു റൈറ്റർ അങ്ങനെ എഴുതുന്നില്ല. കാരണം അത് എഴുതിയാൽ അത് ക്രിഞ്ചാണ്. ഇത് മനസ്സിലാവാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉള്ള ഒരു തരത്തിലുള്ള സാധനം ഇപ്പൊ എടുക്കില്ല. ബി ജസ്റ്റ് ഒരു അതിനെ ഭയങ്കര. ഞാൻ അടുത്ത കാലത്ത് അന്തമിട്ട് വായിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ മദർ കംസ് ടു മീ എന്നുള്ള ബുക്കാണ്. ഈവൻ അതിന്റെ ലാംഗ്വേജ് പോലും, അതിന്റെ ഒരു സീൻ കൺസ്ട്രക്ട്, സെന്റൻസുകൾ എങ്ങനെയാണ് അവർ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത്, ഈ സാധനത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അയ്യോ നമ്മുടെ പഴയ ഭാഷ പോയി. പഴയ ഭാഷ പോകാനുള്ളതാണ്, അത് പോവും. ഇറ്റ് വിൽ വിതർ ഓഫ്. പുതിയ പുതിയ നവനവങ്ങളായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ വരും. നമ്മളിപ്പോ അടിപൊളി എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് എന്ത് ഭാഷയാണെന്ന് കുറച്ച് വെച്ചാൽക്കാരുണ്ട്. അടിപൊളി അങ്ങനെ എഴുതുന്നത് ഇന്നത് കോമൺ മലയാളം ലാംഗ്വേജിലേക്ക് എടുത്തു കഴിഞ്ഞു. അടിപൊളി എന്ന് പറയുന്ന ആ വാക്ക്. ചെത്ത് പയ്യൻ എന്ന് പറയുന്നത് പണ്ടൊരു വൃത്തികെട്ട ഭാഷയായിരുന്നു. അതൊക്കെ നമ്മുടെ കോമൺ. ദാറ്റ് ചേഞ്ച് ഹാപ്പൻസ്. എംബ്രേസ് ഇറ്റ്. അതിനെ ആലിംഗനം ചെയ്ത് കൂടെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് പുറത്തിരിക്കാം. എന്തായാലും എല്ലാവരും ഈ ഫെബ്രുവരി 13 അല്ലെങ്കിൽ 14 ആ റിലേറ്റീവ് നോർമൽ റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ത്രില്ലർ പടം ഇറങ്ങുവാണ്. അപ്പോൾ കൂടെ അപ്പോൾ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോടെന്നാണ് പറയാൻ കാണും മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പറയാവുന്ന കാര്യം ഭയങ്കര രസമുള്ള സിനിമയാണ്. ഇതെല്ലാം തന്നെ എല്ലാ സിനിമയെക്കുറിച്ചും അതിന്റെ സാങ്കേതിക പ്രവർത്തനം പറയുന്നത്. എനിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തോന്നുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇത് പറഞ്ഞില്ലേ, നമ്മളിപ്പോ പുതിയ തരം ത്രില്ലറുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പ്രത്യേകിച്ചും രതീഷ് എന്ന് പറയുന്നത് മോസാറിന്റെ എത്രയോ കാലത്തെ അവസ്ഥയാണ്. അപ്പൊ നമുക്ക് പണ്ട് സ്വാമി സാറൊക്കെ എഴുതിയ അല്ലെങ്കിൽ ആ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും ഇത് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ കൃത്യമായി ഓരോ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് പോകുന്ന അത്തരം ഒരു ഓൾഡ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ ഇന്നും അത്തരം സിനിമകൾ റീവിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റീവിസിറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഈ സിനിമ വർക്കാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ വലിയൊരു വിജയമാവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നീ മറ്റേ പറ താരജാലുള്ള താരം ഒരാളെ പറ മൈക്കോട്ടെ
നിങ്ങൾ ഭയങ്കര മറ്റേ ഫ്രട്ടേണിറ്റി ആണല്ലോ. നിങ്ങൾ അവന്റെ മുഖത്തേക്ക് ക്യാമറ എടാ ഈ ഐക്യ സിനിമാക്കാർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ല, അനുപേട്ടന് ബാക്കിയുള്ള ബിഹേവിംഗ് ആണ് നീ അതൊന്നും വിട്ടേക്ക്. എന്നെ കുറെ നേരം പൊക്കി, അത് കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഓക്കെ. എനിക്ക് നിറഞ്ഞു, ഓക്കെയാണ്. എന്റെ ഫില്ലായി. മോന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പിടിച്ചിട്ട് പറയാം. ഇല്ല ഇപ്പൊ പറയണം. നീ പറഞ്ഞു പല നടന്മാർക്കും താരജാടകം. ഒരു രാമന്റെ പേര് പറയാൻ നിനക്ക് പറ്റുന്നില്ലേ? നിന്റെ സകല പത്രപ്രവർത്തകർ ദൈവങ്ങളും കോപിക്കും. വേണ്ട, പിന്നെ പറയാം. തലയിൽ കൂടുതൽ താരമുള്ള ചാടയാണ്. പറ. അപ്പം മനസ്സിലായല്ലോ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉത്തരം പറയാം. തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലീൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിർത്താം. അപ്പൊ നീ അത് കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ആക്ഷൻ കൊടുക്കും. ഓക്കെ അല്ലേ? താങ്ക് യു. അപ്പോൾ ഫെബ്രുവരി 13 പെരുനിറം കാണുക. ശരി.